ഈ ദ്വാദശസ്കന്ധത്തിൻ്റെ വിഷയം ആശ്രയമാണ്. സ ആശ്രയം പരം ബ്രഹ്മ പരമാത്മേതി ഗീയതേ. പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഈശ്വരനെന്നും ഭഗവാനെന്നുമൊക്കെ പറയുന്നത് ആണ് ഈ പ്രപഞ്ചത്തിന് ആശ്രയം, എനിക്കും നിങ്ങൾക്കൊക്കെ ആശ്രയം. മനസ്സിലായോ? ആ ആശ്രയതത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരാനും അതിനുള്ള മനഃശുദ്ധി നമുക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് 9 ലക്ഷണങ്ങളിലൂടെ ഇതേവരെ പല കാര്യങ്ങളും പറഞ്ഞതെന്ന്. മനസ്സിലായോ? 18 പുരാണങ്ങളുണ്ട്. ആ പുരാണങ്ങളിൽ മുഴുവൻ വേദതത്വമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. വേദാർത്ഥത്തെ സാമാന്യക്കാരന് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള മഹർഷിയുടെ ശ്രമമാണ്. ആ 18 പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായത്, പുരാണങ്ങളുടെ തിലകം എന്ന് പറയുന്നത് ഈ ശ്രീമദ് ഭാഗവതമാണ്. 18,000 ശ്ലോകങ്ങളിലെ ആ ശ്രീമദ് ഭാഗവതത്തിൽ ആദിമധ്യാവസാനങ്ങളിൽ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ കഥകളിലൂടെ നമുക്ക് നശ്വരമായ പ്രപഞ്ചത്തിൻ്റെ ആ നശിക്കുന്ന സ്വഭാവം കാണിച്ചു തന്ന് അതിലൊക്കെയുള്ള ആസക്തി കളയാനാണ്. വൈരാഗ്യം ഉണ്ടാവാൻ, ഭഗവാന്റെ കഥകൾ ഭക്തി ഉണ്ടാവാൻ, പിന്നെയോ ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം, ഭഗവാൻ മഹർഷിമാർ കൊടുക്കുന്ന ഉപദേശം, അതൊക്കെ വേദാന്ത തത്വങ്ങൾ, ആധ്യാത്മിക ഉപദേശങ്ങൾ, അതൊക്കെ ആത്മബോധമുണ്ടാവാൻ വേണ്ടി. വസ്തു അദ്വിതീയം, പല വസ്തുവില്ല, അവിടെ ഒരു വസ്തുവാണ് ഈ സമസ്ത ജഗത്തുമായിരിക്കണമെന്ന് ബോധിപ്പിച്ച് അതിൽ നമുക്ക് നിഷ്ഠ ഉണ്ടാക്കലാം.